ഈ സൈക്കി ബട്ടർഫ്ലൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പോയിരുന്നു അവേക്കനിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, സൈക്കി ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് സിംബൽ ഓഫ് സോളാണ്. സൈക്കി എന്ന് പറയുന്ന ഒരു ഗോഡസ്, ആ ഗോഡസിൻ്റെ യാത്ര കറക്റ്റ് ട്വിൻ ഫ്ലെയിമിൻ്റെ ജേണി എങ്ങനെയോ അതുപോലെ തന്നെയായിരുന്നു. അതായത് ഗ്രീക്ക് ദേവനായ ക്യൂപ്പിഡിനെ സൈക്കി എന്ന് പറയുന്ന മനുഷ്യ പെൺകുട്ടി സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ ഡിവൈൻ മാസ്കുലിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ സൈക്കി ഒരുപാട് സ്ട്രഗിൾസിലൂടെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണമായിരുന്നു. എന്നാൽ സൈക്കി തൻ്റെ സെൽഫ് വർത്ത് എന്താണെന്ന് മനസ്സിലാക്കി ഡിവൈൻലി ഗൈഡഡായ ഒരു എക്സ്ട്രീംലി പെയിൻഫുള്ളായ ഒരു ജേണിയിലൂടെ, കുറേ സ്ട്രഗിൾസിലൂടെ കടന്നുപോയി ക്യൂപ്പിഡിനെ നേടിയെടുത്തു. ഇതാണ് സൈക്കിയുടെ കഥ. ഏകദേശം ട്വിൻ ഫ്ലെയിം ജേണി എന്താണെന്ന് വെച്ചാൽ ഇതേ പാറ്റേൺ തന്നെയാണ്. അതാണ് സൈക്കി ബട്ടർഫ്ലൈസും ട്വിൻ ഫ്ലെയിം ജേണിയും തമ്മിലുള്ള റിലേഷൻ. അൺകോൺഷ്യസ് മൈൻഡാണ് സോൾ എന്ന് പറയുന്നത്. ആ സോൾ അവേക്കൻ ചെയ്ത് തുടങ്ങുമ്പോൾ സൈക്കി ബട്ടർഫ്ലൈസ് നമ്മുടെ മുന്നിലേക്ക് എത്തും. ഈ സിംറ്റം അല്ലെങ്കിൽ ഈ ഒരു സൈൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളായ ഒരു ജേണിയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇവോൾവിങ് എന്ന ഒരു ടേമുമായി വളരെ ബന്ധമുണ്ട് ബട്ടർഫ്ലൈസിന്. അതായത് ഒരു കൊക്കൂണിൽ നിന്ന് ഇരുളടഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് ചിറകുകൾ നേടി, സ്വാതന്ത്ര്യം നേടി, വിശാലമായ ആകാശത്തിലേക്ക് പറന്ന് പോകുന്ന ഒന്നാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മുടെ സോളും.